അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. ഇവർക്ക് ഇവർക്ക് ലഗ്നത്തിൽ ശനിയാണ്. കണ്ടകശനിയും ഏഴരശനിയും കൂടെ ഉള്ള കാലമാണ്. 11ാം ഭാവത്തിൽ ഈ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട്. സൂര്യ ബുധ ശുക്ര കുജന്മാർ വരുന്നുണ്ട്. അവർ വ്യക്തിപരമായിട്ട് അല്ലാതെ കൂട്ടായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് ഫലം കണ്ടെത്തും. അതുകൊണ്ടുണ്ടാകുന്ന പ്രവൃത്തി വിജയം അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഇതുകൊണ്ട് അവനവന് അനുഭവിക്കേണ്ട ഗുണം അത് അനുഭവിക്കാൻ സാധ്യത കുറവാണ്. അഥവാ അത് വളരെ ലാഗ് ചെയ്തേക്കും. ഇനിയും കുറേ കാലം കൂടെ കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുന്നുള്ളൂ. ധനപരമായിട്ട് സ്ഥിരമായിട്ടുള്ള വരുമാനം അവർക്ക് ഉണ്ട്. അത് മറ്റ് വലിയ ചിലവുകളോ ഒന്നും വരുന്നില്ല. ധനകാര്യത്തിൽ അവരുടെ സ്റ്റഡി തന്നെയാണ്. ആരോഗ്യ സംബന്ധമായിട്ട് മുട്ടിനും കീഴ്പോട്ടുള്ള ഭാഗത്തേക്ക് കാൽമുട്ട്, കാൽവണ്ണ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അതിന് രോഗങ്ങളുണ്ടാകാം. കാലിന് തരിപ്പുണ്ടാവുക, മരവിപ്പുണ്ടാവുക ഒക്കെ അനുഭവിക്കുന്നതായിട്ട് കാണാം. കുടുംബപരമായിട്ടും അഥവാ കുടുംബജനങ്ങളുമായിട്ടും ഭാര്യ, മക്കൾ, മറ്റ് സഹോദരന്മാർ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലമാണ്. മറ്റ് ദോഷങ്ങളൊന്നും അവിടെ കാണുന്നില്ല. ഇവർക്ക് ശനി ഈശ്വരക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശനിക്ക് വഴിപാട് നടത്തുക, എള്ള് ദാനം ചെയ്യുക, അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാര, ശുദ്ധജലം കൊണ്ടുള്ള ധാര അഥവാ കരിക്കഭിഷേകം ഒക്കെ നടത്തുന്നത് നല്ലതാണ്. ഇവർ ദാനം നടത്തുക, വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ദാനം നടത്തി അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. നമസ്കാരം.